ഹായ് ചങ്ങായിമാരെ, ഞാനാണ് നിങ്ങളുടെ സ്വന്തം ജിംസൺ ചിറ്റിലപ്പള്ളി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ്. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാനും താമസിക്കാനും പറ്റുന്ന പോർട്ടബിളായിട്ടുള്ള ചെറിയ പോളിൻ്റെ സെറ്റപ്പുള്ള ചെറിയൊരു ഷെൽട്ടറിനാണ് ടെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ വീഡിയോസ് ഈ ടെൻറ്റിനെ പറ്റിയിട്ടുള്ളതായിരിക്കും. അതായത് എന്താണ് ടെൻറ്റ്, അല്ലെങ്കിൽ ടെൻറ്റ് എപ്പോഴൊക്കെ യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം. ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടായിരിക്കും. അതായത് ഒരു ടെൻറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ക്ലോസ് ചെയ്യാം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനാണ് നിങ്ങളുടെ സ്വന്തം ജിംസൺ ചിറ്റിലപ്പള്ളി. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ള വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ടെൻറ്റാണ്. ഇത് നമുക്ക് നൈസായിട്ട് റിവ്യൂ ചെയ്യുകയും ചെയ്യാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഒരു ക്യാമ്പിംഗ് സെറ്റപ്പ് എങ്ങനെയാണ്, ഏകദേശം ടെൻറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ ഒരു എല്ലാ കമ്പനികളിലും സെയിം ആണ്. ഡെക്കാത്ലോൺ ആണെങ്കിലും വൈൽഡ് ക്രാഫ്റ്റ് ആണെങ്കിലും ഏതാണെങ്കിലും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വെയിറ്റ്, അതായത് ക്വാളിറ്റി ഉള്ള ടെൻറ്റുകളിൽ വെയിറ്റ് കുറഞ്ഞൊരു ടെൻറ്റാണ്. പ്രത്യേകിച്ച് ഡിക്കാത്ലോണിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 2 കിലോൻ്റെ അടുത്തേ വരുന്നുള്ളൂ. ഡിക്കാത്ലോണിൻ്റെ 2.2 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പടപടാഞ്ചൊരു സ്റ്റെപ്പുകൾ കാണിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടെൻറ്റ് എങ്ങനെ പിച്ച് ചെയ്യണം, എങ്ങനെ ഓപ്പൺ ചെയ്യണം, എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. വലിയ കണ്ടൻറ്റ് കാര്യങ്ങളൊന്നുമല്ല, ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ടെൻറ്റ് ക്യാമ്പിങ് പോസിബിൾ ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ പോൾ സെറ്റ് കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഒരു ബേസിക് ലെയർ ഉണ്ട്. ഇതേപോലത്തെ ഹുക്ക് തന്നെയാണ് ഒരു നല്ല ടെൻറ്റുകൾക്ക് വരുന്നത്. ഒന്നെങ്കിൽ ഇത്, അല്ലെങ്കിൽ ചെറിയൊരു ഇങ്ങനത്തെ ഒരു കൊളുത്ത് പോലത്തെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്, അതായത് അതിൻ്റെ ബേസ് ലെയർ. ഈ താഴത്തെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ചെറിയ മഴയോ അല്ലെങ്കിൽ താഴത്തൂടെ വെള്ളം പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് ടെൻറ്റ് പിച്ച് ചെയ്യണ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുൻപ് ഇതാണ് അതിൻ്റെ സെക്കൻഡ് ലെയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയും കളറുള്ള കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈവേയിലൊക്കെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ ഹൈവേയിലൊക്കെയാണ് ടെൻറ്റ് പിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളർ കണ്ടിൽ പെട്ട് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് വളരെ കുറവായിരിക്കും, പെട്ടെന്ന് ആൾക്കാരെ മുന്നിൽ പെടും. പക്ഷേ ഈ ഒരു ടെൻറ്റ് നമുക്ക് കാട്ടിലൊക്കെ ഉപയോഗിക്കാൻ അത്ര കംഫർട്ടബിൾ ആവില്ല. ഞാനത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ലോങ് നിന്ന് കാണുമ്പോൾ പെട്ടെന്ന് കണ്ണിൽ പെടുന്നത് അത് മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് രീതിയിലാണ് യാത്ര പോകുന്നത്, മറ്റെന്താ പറയുക, ഒരു വൈഡ് ബേസ്ഡാണോ അതോ നോർമൽ ഇപ്പോൾ റൈഡാണോ, എങ്ങനെയാണോ നിങ്ങൾ പോകുന്നത് അതിനനുസരിച്ച് ടെൻറ്റിൻ്റെ കളർ ചൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഇതാണ് അതിൻ്റെ പോള് വരുന്നത്. ഇങ്ങനെ 2 പോളുണ്ടാവും, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന കേസുള്ളൂ. ഇനി ടെൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടെയൊക്കെ ടെൻറ്റ് പിച്ച് ചെയ്യാം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സീരീസ് ഇനി ടെൻറ്റിനെ പറ്റിയിട്ട് ആർക്കും ഒന്നും അറിയാത്തതായിട്ടുണ്ടാവരുത്. നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നല്ല ടെൻറ്റ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പൊട്ട ടെൻറ്റ്, അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ ടെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു സീരീസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ഈ 2 ഷാഫ്റ്റ് ടെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതിലാണോ അതിൽ പിച്ച് ചെയ്യുക. ദെൻ സെക്കൻഡ് ടെൻറ്റ് ഈ ഒരു പോർഷനിൽ. പിന്നെ ഈ ഒരു ഭാഗം എടുക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ അത് ടൈ ചെയ്യുക. ഞാനിത് ഇച്ചിരി സ്പീഡായിട്ട് കാണിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻറ്റ് എടുത്തിട്ട് അത് എങ്ങനെ പിച്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇങ്ങനത്തെ ഹോളുകൾ കണ്ടിട്ടില്ലേ, അത് ജസ്റ്റ് ഇതിലിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ സിബ് വരുന്ന പോർഷനാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോർ വരുന്നത്. സോ അത് നോക്കിയിട്ട് വേണം ഈ ഭാഗം ചൂസ് ചെയ്യാൻ, ഫ്രണ്ട് പോർഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ഇവന് കിട്ടതിന് ശേഷം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വള്ളിക്കെട്ടാവും പരിപാടി മൊത്തത്തിൽ. ഇത് കണ്ടല്ലേ, ഈ ഹുക്ക് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒന്നെങ്കിൽ ഈ പോർഷനിൽ ഇട്ട് കഴിഞ്ഞാൽ പരിപാടി തീരും, അതല്ലെങ്കിൽ നമുക്ക് വലിച്ച് ടൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ 2 കവറിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു. ഈ വലിയ കവറിലായിരുന്നു നമ്മുടെ പോൾ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ കവറിൽ നിന്ന് നമ്മുടെ ചെറിയ പിച്ച് ചെയ്യേണ്ട ചെറിയ സ്റ്റിക്കുകളുണ്ട്, അതെടുക്കുക. ഈ ഒരു പൊസിഷൻ കണ്ടില്ലേ, അത് കറക്റ്റ് ഈ ലൈനിൽ നിന്ന് വലിച്ച് ഈ ഒരു ആംഗിളിലാണ് നമുക്ക് ടെൻറ്റ് പിച്ച് ചെയ്യേണ്ടത്. കാരണം അതിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വന്നു കഴിഞ്ഞാലാണ് കാറ്റൊക്കെ വരുമ്പോൾ ടെൻറ്റിനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ടെൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ.
അപ്പോൾ നമ്മുടെ ടെൻറ്റ് കറക്റ്റ് ഈ പോളിനനുസരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ആ ലൂപ്പ് വലിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കെട്ടിയാലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് നമ്മൾ പിച്ച് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാറ്റൊക്കെ വന്നു കഴിഞ്ഞാലും ടെൻറ്റിൻ്റെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, പക്ഷേ എന്നാൽ പോലും ടെൻറ്റിന് വലിയ കാര്യമായിട്ട് അനക്കങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം നമ്മൾ കറക്റ്റായിട്ടാണ് ആ ടെൻറ്റ് പിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ടപ്പ ചെയ്ത് നമ്മുടെ ടെൻറ്റിൻ്റെ പരിപാടി വരുന്നിട്ടുണ്ട്. ഇനി നൈസായിട്ട് സ്ലീപ്പിംഗ് ബാഗ് ഇടുക, കിടന്ന് ഉറങ്ങാന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീടെന്നുള്ളൊരു സെറ്റപ്പാണ് ഈ ടെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായവർക്ക് ഇതുപോലത്തുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കാം, അടുത്ത യാത്രകളിൽ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തോളൂ. നമുക്ക് സമയം എടുത്തിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും, ഇതിൻ്റെ ഷീറ്റ് എത്ര മീറ്റർ വാട്ടർ പ്രൂഫിംഗ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതിൻ്റെ വെയിറ്റ് എന്താണ്, അങ്ങനെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സമയം പോലെ എടുത്ത് ചെയ്യാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് ടെൻറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, അങ്ങനത്തെ ആവശ്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമുക്കിത് പാക്ക് ചെയ്താലോ.